CJ റോയുടെ പ്രശ്നങ്ങൾ എന്താണ്? എൻ്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. ഹായ് സബ്സ്ക്രൈബർ, എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് സുഹൃത്തുക്കളെ ബാക്കിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബർ ഉണ്ടായി, പിന്നെ ആ ചങ്ങായി മോത്തടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, എണ്ണ അടിക്കുന്നില്ല. അപ്പോ അത് എന്താണെന്ന്, അപ്പോ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞാലും പോരാ, പിടുത്തം വിട്ട് തിരക്കായിരുന്നു. ഇന്ന് അത്ര ഇല്ല. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള ആൾക്കാരില്ല. കാരണം ഒക്കെ പെരുന്നാളിന്റെ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഡീസൽ അടിക്കണം. പിന്നെ ഇന്ന് ഒരു വാർത്ത കണ്ടു കേട്ടോ, പെട്രോൾ പമ്പിൽ ഓട്ടോറിക്ഷയായിട്ട് ഒരു ഡ്രൈവർ ചന്ദനത്തിരി കത്തിച്ച് ചെന്നിട്ട് അവിടെ ആ പെട്രോൾ പമ്പത്തെ ജീവനക്കാരി ഒരു സ്ത്രീയാണ്, ഭയങ്കര തെറിവിളിയും അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നെ ആ ചങ്ങായി മോത്തടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, എണ്ണ അടിക്കുന്നില്ല. അപ്പോ അത് എന്താണെന്ന് ചിലപ്പോ അപ്പോ ഈ പിന്നെ പമ്പത്തെ ജീവനക്കാരി പിന്നെ മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞു, ചന്ദനത്തിരി കെടുത്താനോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ ശരിക്കും അവരുടെ ഇടയിലുള്ള ഒരു ഈഗോ ആണ് ശരിക്കും. അപ്പോ ആ ഡ്രൈവറെ അച്ഛനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ അച്ഛനെ വിളിക്കുന്നതിന് മുന്നേ ഡ്രൈവർ വേറെന്തോ അനാവശ്യപരമായിട്ട് പറഞ്ഞു. അപ്പൊ അത് ആ വിളി നിങ്ങളുടെ അച്ഛനെ വിളിച്ചാൽ മതി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. നമ്മളാ വീഡിയോയിൽ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് മോശമായി. കാരണം ആദ്യം ഡ്രൈവർ തെറി പറയാ, പിന്നെ ആ ചേച്ചി ആ വിളി, ആ തെറി നിങ്ങളുടെ അച്ഛനെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ഞാനായാലും ആരായാലും പറയും, അത് സ്വാഭാവികം. അപ്പോ അവിടെ അടിപിടി കൂടി ഡ്രൈവറെ ഇതുവരെയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായി സംസാരിച്ചു. കാരണം ഒരു ചന്ദനത്തിരി കൊണ്ട് ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് കത്തിത്തീരുമോ? അപ്പോൾ ആ പെട്രോൾ പമ്പിന്റെ അടുത്ത് ചിലപ്പോൾ ചായക്കട ഉണ്ടാവും. പിന്നെ അതേപോലെ ചായക്കട പോട്ടെ, ഗ്യാസും കുറ്റി പോട്ടെ, നമ്മള് മൊബൈൽ ഫോണുമായിട്ടാണ് പെട്രോൾ പമ്പിലേക്കൊക്കെ നമ്മൾ ഡീസൽ അടിക്കാൻ പോവാറ്. അപ്പോ അതിൽ നിന്നുണ്ടാവുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞത് എന്താ പറയാ, ഭയങ്കര ശക്തിയായിട്ടുള്ള ഒരു റേഡിയേഷനാണ്. അത് അപ്പോ പൊട്ടിത്തെറിക്കില്ലേ പമ്പ്? ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോ ഇഷ്ടംപോലെ പമ്പുകളുണ്ട്. അപ്പോൾ അവര് ആദ്യം മൊബൈൽ ഫോണ് പെട്രോൾ അടിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, സമ്മതിച്ചു. പിന്നീട് നമ്മള് പിന്നെ പൈസ കൊടുക്കാൻ അവര് സ്കാനർ തരും. അങ്ങനെ നമ്മൾ സ്കാൻ ചെയ്യും. അപ്പോൾ ഇതിന്റെ റേഡിയേഷൻ ഉണ്ടാവില്ലേ? ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹേതു ഉണ്ടാക്കണം, അല്ലെങ്കിൽ കിടന്നാൽ ഉറക്കം വരില്ല ചിലവർക്ക്. അങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. പിന്നെ ഇപ്പോ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് ഒരു 7 പ്രസവിച്ച ഒരു സ്ത്രീയും കുട്ടിയും മരിച്ചു. അപ്പൊ കുട്ടിക്ക് അതേപോലെ ആ സ്ത്രീയുടെ പിന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോ എങ്ങനെ പറയാൻ അറിയാണ്ടല്ല. അപ്പോൾ അത് പിന്നെ ആരോഗ്യവകുപ്പിന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് ഇവരെ കുടുംബങ്ങളെയൊന്നും കാണിച്ചു കൊടുത്തില്ല എന്നുള്ളൊക്കെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത് തന്നെ നമുക്കറിയില്ല കേട്ടോ. കാരണം ചില ആൾക്കാർ ചോദിക്കേണ്ടത് 7 പ്രസവം വരെ ഈ ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ നാട്ടുകാരോ അറിഞ്ഞില്ലേ? അതുവരെ ഇവര് എവിടെ ആയിരുന്നോ?
അല്ലെങ്കിൽ അവരെ കുടുംബങ്ങളോ അവരാരും കണ്ടില്ലേ കേട്ടില്ലേ? അപ്പൊ ഇതിനൊക്കെ എന്താണ് മറുപടി പറയാന്ന് തന്നെ ഒരു ഇത് കിട്ടുന്നില്ല. കൂടുതലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്താ പറയാ ബാഡ് കമന്റ് ആണ്. അപ്പൊ എങ്ങനെയെന്നുള്ള ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെയാണ്. അതിപ്പോ ഓരോ ആൾക്കാർക്കും ഓരോ ഏതു കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഓരോ തരത്തിലുള്ള ആൾക്കാര്. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഇനി ഏത് രീതിയിലാണ് അപ്പോ ആരോഗ്യമായാലും എന്തെന്നെ ആയാലും ഒരു ഒരു മുന്നേറ്റമില്ല. ഒക്കെ അവനവന്റെ കാര്യം. ഇതിപ്പോ ഇലക്ഷന്റെ ഒരു ചൂടായതുകൊണ്ട് മാത്രമാണ് ഈ വാർത്താക്കാര് അതിങ്ങനെ പകുതി വിട്ടത്. അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഇലക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോ അതിനെപ്പറ്റി പറയുന്നേ അവർക്ക് പണി, വേറൊരു പണി ഉണ്ടാവില്ല. ഇലക്ഷന്റെ ചൂടായതുകൊണ്ട് ഇപ്പൊ നമ്മൾ പലതും മറക്കുന്നുണ്ട്. വാർത്തകള് പലതും വാർത്താക്കാര് മുക്കുന്നുണ്ട് മുഴുവനായിട്ടും. ഓരോ ആൾക്കാര് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയ കാര്യങ്ങളും അതേപോലെ തന്നെ അവര് ചെയ്യാത്ത കാര്യങ്ങളും, ഒരാള് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയെ കുറ്റം പറയാ, എന്നിട്ട് മറ്റേ പാർട്ടി വന്നിട്ട് ഫ്ലെക്സ് കീറിക്കളയാ, അല്ലെങ്കിൽ അങ്ങനെ ഇനി എന്തൊക്കെ രീതിയിൽ തോന്നിയാസം ചെയ്യാണ്ടോ അതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇനി നടക്കും. ഇപ്പോ വേറൊരു കാര്യം, നേമത്ത് കളി ഇറക്കിയ മുഖ്യമന്ത്രി ആളെ വിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ഹെൽമെറ്റിന്റെ ഒരു പ്രതിഷേധം. ഹെൽമെറ്റ് കൊണ്ട് സുരക്ഷ ഒരുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ജനങ്ങളെ കളിയാക്കുണ്ടായി. അപ്പൊ ഞാന് വേറൊരു കാര്യം കൂടി പറയാം. അതേപോലെ തന്നെ ഒരു ഫോട്ടോ മുഖ്യമന്ത്രി കാറിന്റെ ഉള്ളിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു വൃദ്ധയായ സ്ത്രീക്ക് കൈ കൊടുക്കണതും, പിന്നെ ആ സ്ത്രീ രണ്ടാളെയും കൈ ഏകദേശം വാർദ്ധക്യത്തിനോട് അടുത്തണോ. അപ്പൊ ഇനിയിപ്പോ മുഖ്യമന്ത്രി എന്താണ് ഈ 80 വയസ്സായിട്ടും മുഖ്യമന്ത്രി ഇനി തുടർ ഭരണം വേണം എന്നൊക്കെ പറയുമ്പോ അതില് എന്താണ് അയാള് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാത്തത്. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ നാട്ടിക്കടെത്തി. നമ്മുടെ നാട് എന്ന് പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേട്ടോ, നമുക്ക് എല്ലാ നാടും ഒരുപോലെയാണ്. അപ്പോ ഞാന് ഇപ്പോ കാണുന്ന ഒരു റോഡ് എന്ന് പറഞ്ഞത് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ആദ്യം ഇതിക്കടെ നിറച്ച് എന്താ പറയാ ഭയങ്കര മോശമായിരുന്നു ഈ റോഡ്. ഇപ്പോ ചെറുതായിട്ട് ഇലക്ഷനൊക്കെ വരികയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ട് ഈ മെറ്റലും ടാറും ചെറിയ ജല്ലിയൊക്കെ പാടെ കൂടിയിട്ട് അവര് ടാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എന്നാ പിന്നെ ചെയ്യണ പണി നേരെ ചെയ്യാം. അവര് ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഫണ്ട് പാസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫണ്ട് പാസ്സായിട്ട് ഇവർക്ക് പകുതി എന്താ പറയാ കക്കാന് മാത്രമേ ഉള്ളൂ സമയം. മൊത്തത്തില് ഈ സർക്കാർ വന്നേ പിന്നെ എല്ലാ ആളുകളും, അതായത് രാഷ്ട്രീയത്തിലുള്ള BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, LDFന്റെ കാര്യം പറയണ്ട. ഇവര് LDF ആണ് ഈ കക്കാന് പഠിപ്പിച്ചത് തന്നെ. ഈ ജനങ്ങളും അല്ലെങ്കിൽ ഈ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അത്ര കഴിഞ്ഞ ഭരണത്തിന്റെ ഇതൊന്നും ഇത്ര അധികം ഉണ്ടായിരുന്നില്ല, ഒരു പാകത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഒരു വലിയൊരു കുഴിക്കാണ് വീഴാൻ പോണത്. വലിയൊരു കുഴി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞാലാണ് ഇപ്പൊ ഏകദേശം
അത് മെല്ലെ മെല്ലെ ഇങ്ങനെ മനസ്സിലാവും നിങ്ങൾക്ക്. ഇപ്പൊ വാഗ്ദാനങ്ങൾ തരുന്ന ഒരാളും ഒരു കാര്യവും നടപ്പിലാക്കില്ല കേട്ടോ. നടപ്പിലാക്കില്ല. കാരണം അത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അവർ ചെയ്യുക. ഞാൻ ഒരാളെയും കുറ്റം പറയല്ല. അത് പിന്നെ എന്താ പറയാ, LDF-ന്റെ ആയിക്കോട്ടെ, BJP-യുടെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, അവര് തരും ഇവര് തരും എന്നൊക്കെ പറയും. പക്ഷെ ഇത് തരണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവര് വിചാരിക്കണം. അല്ലാതെ ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല. പിന്നെ പൈസക്കാരുണ്ടെങ്കിൽ, പൈസ പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ, നല്ല രീതിയിൽ ഉണ്ടാക്കിയ പൈസ ഉണ്ടാവും, മോശമായിട്ടുള്ള പൈസ ഉണ്ടാവും. പക്ഷെ കൂടുതലും വളർന്ന് പെരുകണത് നല്ല രീതിയിൽ ഉണ്ടാക്കിയ പൈസ അല്ല. അത് മോശമായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ കൂടിക്കൂടി വരും. അത് ആരുണ്ടാക്കിയാലും നല്ലത് മെല്ലെ ഉണ്ടാവുള്ളൂ. മോശമായിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാവും, പക്ഷെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇപ്പോ ഒരു കഴിഞ്ഞ മാസം ഒരു ബിസിനസ്മാനെ വെടിവെച്ച് മരിക്കണ്ടായി, CJ റോയ്. നമുക്കൊക്കെ മരിച്ചതിന് ശേഷമാണ് ഈ CJ റോയ് ആരാണ്, CJ റോയ് എന്താണ്, CJ റോയുടെ പ്രശ്നങ്ങൾ എന്താണ്. എന്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. ഹായ് സബ്സ്ക്രൈബർ, എന്റെ ഒരു സബ്സ്ക്രൈബർ ആണ് സുഹൃത്തുക്കളെ ബാക്കിൽ കയറിയിട്ടുള്ളത്. അപ്പോ സബ്സ്ക്രൈബർ എന്താ ഒന്നും ഉണ്ടാത്ത? താങ്ക് യുന്നോ? താനതല്ലല്ലോ പറയാറ്. എന്റെ വീഡിയോ വളരെ മോശമാണ്, തന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, കുഴപ്പമില്ലാന്നല്ല അഭിപ്രായം. കുഴപ്പമില്ലാന്നല്ല സുഹൃത്തുക്കളെ, എന്റെ വീഡിയോ തന്നെ കാണില്ല എന്ന് പറഞ്ഞ മഹാദുഷ്ടനാണ് ഇയാള്. കാരണം എന്റെ വീഡിയോ എന്ന് പറയുമ്പോ അയാള് പറയാണ് എന്നാ ചൊടരെ പോയി പെരേറ്റിയ പോരെന്ന് പറയണേ. താനും തന്റെ ഒരു താൻ വീട്ടിൽ പോയിട്ട് അപ്പോ ഇതാണ് നമ്മുടെ ലോകം. നമുക്ക് ചെറിയ ഇണക്കങ്ങളൊക്കെ ഉണ്ടായാൽ മതി. വലിയ എന്താ പറയാ, ഈ വൈരാഗ്യത്തിലേക്കും ഒന്നും പോകരുത്. ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ അടിയുണ്ടാക്കുന്നത്. ചെറിയൊരു പ്രശ്നം അത് വലുതാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അത് പ്രത്യേകിച്ച് പറയേണ്ട, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവസികളുണ്ട്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, പിന്നെ സുക്കർബർഗ് ഇനി കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് പൈസ ഇഷ്ടം പോലെ കൊടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി ആര് മിണ്ടിയാലും ആര് ചിരിച്ചാലും അത് കണ്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറയണത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്റെ ഒരനുഭവത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും പറയുന്നത്, അല്ലാതെ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയല്ല. അപ്പൊ കാലം നമ്മുടെ ഇന്ത്യയില്, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നടക്കുള്ളൂ. കാരണം ഉടുതുണി ഇല്ലാതെ, അല്ലെങ്കിൽ ഉടുതുണി പകുതി വെച്ചിട്ട് മൊബൈലിന്റെ മുന്നിൽ ആടുന്ന ആൾക്കാർക്കാണ് ഇപ്പൊ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഉള്ളത്. നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോ ഭ്രാന്തായിട്ട് പറയുകയാണെങ്കിലും അതും കൂടി കേൾക്കാനാവില്ല. നമ്മുടെ കാലം പോയൊരു പോക്കാലോചിച്ച് നോക്കുകയാണല്ലേ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ടിക്കറ്റ് വേഗം എടുക്കേണ്ടി വരും.